ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സിയ ഓർക്കിഡിൽ നിന്ന് മേടിച്ച പ്ലാന്റാണ്. ഒരു പ്ലാന്റേ ഉള്ളൂ, ഒരു പ്ലാന്റിനാണ് ഓർഡർ കൊടുത്തിരുന്നത്. അപ്പോൾ പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് കാണുക കേട്ടോ. ഒരുപാട് പ്ലാന്റുകൾ, പല വെറൈറ്റി കളറിലുള്ള പ്ലാന്റുകൾ അവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കളറിൽ ഡെൻഡ്രോബിയത്തിൽ ഏതെല്ലാം വിധം കളറുകളുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. നല്ല നല്ല പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോ കണ്ട് ആ വീഡിയോ ഞങ്ങൾക്കും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പൂക്കളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്ലാന്റ് എങ്ങനെ ഉണ്ട് നോക്കുക. കാണുന്നുണ്ടല്ലോ, വലിയ പ്ലാന്റാണ്. മദർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. 3-4 കടയൊക്കെ ഉണ്ട്. തലപ്പിലൊക്കെ മുട്ട് വന്ന് പൂ വിരിഞ്ഞ് തണ്ടൊക്കെ വെട്ടിയിരിക്കുന്നു കേട്ടോ. 6 കട ഉണ്ട്. പക്ഷേ അതിൽ 3-4 തലപ്പാണ് വലുതായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ തലപ്പിൽ മുട്ടും പൂവും വന്ന് കഴിഞ്ഞതാണ് കേട്ടോ. എനിക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെയാണ്, ലേഡി പിങ്ക് എന്നാണ്. അതിൻ്റെ പൂവ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, വലിയ പൂവ് ഉണ്ടാവില്ലേ, അതാണ് ലേഡി പിങ്ക്. പ്ലാന്റും തന്നെ വലുതാണ്. മദർ പ്ലാന്റാണ്. പൂവൊക്കെ വന്ന് കൊഴിഞ്ഞ് പോയ പ്ലാന്റാണ് കേട്ടോ. വലിയ ചട്ടിയിലൊക്കെ തന്നെയാണ്. ഇനി നട്ട് നമുക്ക് പിടിപ്പിച്ചാൽ നല്ല ഉഷാറുള്ള തൈയാണ്. കണ്ടില്ലേ, കാണുന്നില്ലേ, നല്ല തൈയാണ്. ഇതിനൊക്കെ പുതിയ തൈകളൊക്കെ മുള പൊട്ടി വന്ന് നല്ല സൂപ്പറായിട്ടുണ്ടായാൽ നല്ല പ്ലാന്റാണ് കേട്ടോ. പെട്ടെന്ന് പൂവൊക്കെ വരും, പെട്ടെന്ന് തൈകളും വരും കേട്ടോ. പിന്നെ അവിടെയുള്ള പ്ലാന്റുകൾ ഇതാണ്. ഇനി വേറൊരു ഐറ്റം പ്ലാന്റും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിക്കാം. ഇതിൻ്റെയൊക്കെ പൂവ് കാണിച്ചിട്ട് ആ പ്ലാന്റും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ആ പ്ലാന്റിൻ്റെയും പൂവ് കാണിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന്. 2-3 ഇതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പൂക്കളും പ്ലാന്റുകളും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നല്ല വലിയ പ്ലാന്റുകളാണ്. ലേഡി പിങ്കിലുള്ള പ്ലാന്റാണത്. അതാണ് എനിക്ക് കിട്ടിയത്. ബാക്കിയുള്ള പൂക്കൾ അവിടെ കൊടുക്കുക. അപ്പോൾ ഈ പ്ലാന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ പൂവും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്ലാന്റുകൾ വെവ്വേറെ തരത്തിലേക്കാരം, പല വലുപ്പത്തിലേക്കാരം. വലുതും ഉണ്ടാവും, ചെറുതും ഉണ്ടാവും. അപ്പോൾ നമ്മളെ പൂവിനനുസരിച്ചുള്ള പ്ലാന്റുകളേക്കാരം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കാണുന്നതൊക്കെ നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റ് നമ്മൾ നല്ല ഹെൽത്തി ആണോ എന്ന് നോക്കിയാൽ മതി. വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആ പ്ലാന്റിൻ്റെ കുറച്ച് പൂക്കളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സീസർ വർവാൻ, മോർണിംഗ് റാബിറ്റ്, വാവ് പിങ്ക്. ഈ വാവ് പിങ്ക് നല്ല പൂവാട്ടോ, ഒരുപാട് കാലം നിൽക്കുകയെ അതിൻ്റെ പൂവ്. ജംബോ പിങ്ക്, മിനി നെമോ അങ്ങനെയുള്ള ഓരോരോ ലവ്വാന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ പോയിക്കോന്ന് തോന്നുന്നു. അതൊന്നും ഇപ്പോൾ ഇവിടെ കാണില്ല. റെഡ് അഞ്ചോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. യെല്ലോ സ്പ്ലാഷ്, അതിപ്പോൾ ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. അതും ഒരുപാട് കാലം നിൽക്കുക. ആ പൂവും ഈ പൂവുണ്ട്, പക്ഷെ വേറെ പേരാണ്. ഏകദേശം ഈ പൂവ് പോലെ തന്നെയാണ് കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ വാങ്ങിച്ചത്, ലേഡി പിങ്ക്. ഇനി ഞാൻ ഈ പൂക്കൾ കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്ലാന്റും കൂടി ഇടാം. ആ പ്ലാന്റിൻ്റെ ഫോട്ടോ ഒന്ന് കണ്ടോക്കിയിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോയും കൂടി ഇടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ. ഈ പ്ലാന്റ് ഉണ്ടില്ലേ, നോക്കാണ്. കാണുമ്പോഴൊക്കെ നല്ല പ്ലാന്റ് കേട്ടോ, നല്ല ഉഷാറ് പ്ലാന്റാണ് എല്ലാതും. അതിൻ്റെ പൂക്കളും കൂടി ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള നമ്പർ, ഞാൻ ഈ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ആരൊക്കെയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത്. ഒരുവിധം പൂവിൻ്റെ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് പൂക്കൾ ഞാൻ ഇവിടെ കാണിച്ചല്ലോ, അതിൻ്റെയൊക്കെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു അവസരം കിട്ടില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ പൂവ് തന്നെ നമുക്ക് കിട്ടൂല. അപ്പോൾ ഒരുവിധം പ്ലാന്റുകളൊക്കെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വിളിച്ചോളൂ കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചാൽ അപ്പം തന്നെ ഫോൺ എടുത്തൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.